നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നാണ് കക്കാടംപുഴയ്ക്ക് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കക്കാടംപുഴ പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു സ്ഥലത്തേക്ക് എന്തായാലും പോകാൻ നമ്മൾ തീരുമാനിച്ചു കേട്ടോ. ഈ കാണുന്ന വീട് നിങ്ങളിൽ പലർക്കും സുപരിചിതമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലായിട്ടുള്ള വൈറലായിട്ടുള്ള കക്കാടംപുഴയെ കാണുന്ന വീടാണ് കേട്ടോ. ഈ വീട് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമല്ല ഞങ്ങൾക്ക്, തുപ്രാടിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. ആളിപ്പോൾ അത് സെയിൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് പുറത്തുനിന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മോൻറ്റാറിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഓർമ്മകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവരൊക്കെ ഇവിടെ വന്നതിനൊന്നും ഒരു കണക്കുമില്ല കേട്ടോ. ഇവിടെ നിറയെ മരങ്ങളായിരുന്നു. ഈ മരം എന്ന് പറയുമ്പോൾ കൊക്കോ, മാങ്ങ, പേരയ്ക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ കക്കാടംപുഴയിൽ പോയി വരിക എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി നിറയെ ഫ്രൂട്ട്സ്, മാങ്ങ, കൊക്ക, അങ്ങനെ ഒരുപാട് പല പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ബ്ലാസ്റ്റ് ചെയ്യും, അടിച്ചു പൊളിക്കും, താമസിക്കും. നല്ല നല്ല മൊമെൻറ്റ്സ് അവർക്ക് നൽകിയിട്ടുള്ള ഒരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ മോൻറ്റാറിന് അത്യാവശ്യം നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മകൾ ഇപ്പം ഞങ്ങളുടെ തുപ്രാട് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തുപ്രാട് വഴി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ. എനിക്കിത് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കേട്ടറിഞ്ഞിട്ടുള്ള തുപ്രാടിയുടെ ഒരു വീടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടില്ല. ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളോട് കുറച്ച് സംസാരിച്ചപ്പോൾ ആൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പോലും എന്താന്നുള്ളൊരു ഭാവത്തിൽ തന്നെ ആൾ നിൽക്കുന്നു കേട്ടോ. ഇവിടെ ആളുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന കക്ഷിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആളിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ വണ്ടിയിൽ നേരത്തെ വാങ്ങിച്ച കപ്പയുടെ ബാക്കി ഉണ്ടായിരുന്നേ അത് കുറച്ച് അങ്ങോട്ട് കൊടുത്തു. ആളത് കഴിച്ചിരുന്നു കേട്ടോ. ആൾക്ക് അതൊന്നും പോരാ തോന്നുന്നുണ്ട്. വീണ്ടും വീണ്ടും വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തുള്ള സാധനം കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും ഒരു കാര്യമില്ലാതെ തുടങ്ങിയ യാത്രയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ഓർമ്മകളിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള യാത്രയും കൂടിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മോൻറ്റാറിനെ സംബന്ധിച്ചിട്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ തുപ്രാടിയില്ല. പക്ഷേ ഞങ്ങളൊക്കെ മരിക്കുവോളം ഞങ്ങൾക്ക് ഓർക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. തുപ്രാടി എന്ന് കേൾക്കുമ്പോൾ ഇപ്പം എനിക്ക് ചെറിയൊരു ഇടർച്ച ഉണ്ടെങ്കിൽ പോലും ഒരുപാട് സന്തോഷം നൽകുന്നൊരു പേര് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഒരു കാഴ്ച കണ്ടപ്പോൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് സൈഡാക്കി കേട്ടോ. ഒരുപാട് നായ്ക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഈ നായ്ക്കുട്ടികളെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം അതിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അച്ഛൻ എന്നെ സമ്മതിക്കുന്നില്ലേന്ന് കേട്ടോ. അപ്പോഴാണ് ഞാൻ അമ്മയെ പറ്റി ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് അവിടുത്തെ ആ നായ്ക്കുട്ടികളെ അമ്മേനെ കടുവ കൊണ്ടുപോയിന്ന്. സത്യം പറയല്ലോ, കക്കാടംപുഴയിൽ കടുവകൾ വിവരം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സംഭവത്തിൽ ഈ നായ്ക്കുട്ടികളെ കാണുമ്പോൾ ഏകദേശം ഡാഷിനെ പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡാഷിൽ ഉണ്ടായ ക്രോസാണ് ഈ നായ്ക്കുട്ടികളെന്ന്. എന്തായാലും ഇവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ കുറച്ച് അധികം സമയം നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നായ്ക്കുട്ടികളെ അടുത്ത് ചെല്ലണതൊന്നും നായ്ക്കുട്ടികളെ അച്ഛന് അത്ര വലിയ പിടിപ്പൊന്നും പിടിച്ചിട്ടില്ല. ആൾ അവിടെ കിടന്ന് കുരയ്ക്കുകയാണ് കേട്ടോ. ഇനി നിന്നാൽ ചിലപ്പോൾ ഞങ്ങളെ കുരച്ച് ഓടിക്കുന്നുള്ളതുകൊണ്ട് വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ.